യുഎസിലെ ടെക്സാസിൽ 160ഓളം പേരുടെ ജീവനപഹരിച്ച വെള്ളപ്പൊക്കത്തിന് ഒരു മാസം തികയുമ്പോൾ ആ ദുരന്തത്തെ അതിജീവിച്ചവരിൽ ഒരാളായ 12 വയസ്സുള്ള സ്കൈലർ ഡെറിംഗ്ടൺ വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ട് സ്കൈലർ ലിയാനോഡ് കോഹന്റെ ഹല്ലേലൂയ എന്നാരംഭിക്കുന്ന ഗാനത്തിനൊപ്പം തൻ്റെ അമ്മയുടെ സഹായത്തോടെ നാടിനെ കണ്ണീരിലാഴ്ത്തിയ വെള്ളപ്പൊക്കത്തിൽ അനുഭവിച്ച സംഭവങ്ങൾ വരികളാക്കി അത് ചേർത്ത് വെച്ചായിരുന്നു പാടിയത്. I heard there was a giant flood, but we were washed in Jesus' blood. And you don't really care for my news, do ya? On July the 4th, 2025, the water rose and we went adrift. The baffled king composing hallelujah, 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 hallelujah. ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഫോക്സ് ടിവിയിലെ എൻ്റർടൈൻമെൻറ്റ് ഷോയായ ഫോക്സ് ആൻഡ് ഫ്രണ്ട്സിൽ ആ ഗാനം തത്സമയം പാടാനായി സ്കൈലറിനെ ക്ഷണിക്കുകയായിരുന്നു. ആ ഗാനം പാടുന്നതിന് മുൻപ് ആ 12കാരി സംസാരിച്ചത് തൻ്റെ വിശ്വാസത്തെക്കുറിച്ചായിരുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗാനം ആലപിക്കുന്നതിന് മുൻപ് സ്കൈലർ ഇങ്ങനെ പറഞ്ഞു. തുടർന്ന് ദുരന്തത്തിലുണ്ടായ അനുഭവങ്ങൾ വരികളാക്കി മാറ്റിയ ആ ഗാനം അവൾ പാടാൻ ആരംഭിച്ചു. ആർത്തിരമ്പി വന്ന മഴവെള്ളത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. എന്നാൽ നാം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് എന്ന വരികളിലൂടെയാണ് ഗാനം ആരംഭിച്ചത്. ആ സമയത്ത് അനുഭവപ്പെട്ട ദൈവാനുഭവത്തെക്കുറിച്ചും സ്കൈലർ വരികളിൽ ചേർത്ത് വെച്ചിരുന്നു. തുടർന്ന് ഹല്ലേലൂയ എന്ന ഗാനവും പാടി. സ്കൈലർ ഈ ഗാനം പാടുമ്പോൾ ചാനൽ സ്റ്റുഡിയോയിലുണ്ടായിരുന്ന ആളുകളുടെ ഉള്ളിൽ ഒരു മരവിപ്പായിരുന്നു. ആ കുഞ്ഞു മനസ്സ് അന്ന് കടന്നുപോയ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചായിരിക്കാം ശ്രോതാക്കളുടെ ഉള്ളുപിടഞ്ഞത്. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ചെറിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പോലും ദൈവത്തെ കുറ്റപ്പെടുത്തി മുന്നോട്ടു പോകുന്ന അനേകം ജീവിതങ്ങൾക്ക് ഈ 12കാരി നൽകുന്ന വിശ്വാസത്തിന്റെ സാക്ഷ്യം ഒരു പുനർവിചിന്തനമാണ്. No blame, no fault, so really what's it to ya? We are a part of Mystic Heart. We spread His love.